ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ബീഫാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം, നല്ല ടേസ്റ്റുമാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് തരാൻ മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് ചില്ലി ബീഫ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനുവേണ്ടി ഞാൻ ഏതാണ്ട് ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ ബീഫുണ്ട്. അത് ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തേക്കുന്നത്. നല്ലതുപോലെ ക്ലീൻ ചെയ്ത ശേഷം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ നീളത്തിലായാലും കുഴപ്പമില്ല, നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. നീളത്തിലെടുക്കുമ്പോൾ ഒരു ഭംഗിയുണ്ട്, അതുകൊണ്ട് അങ്ങനെ എടുത്തേ കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യാം, അല്ലാതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/2 സ്പൂണ് ഉപ്പ്, അത് രണ്ടും കൂടി ഇട്ട ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ 2-3 വിസിൽ നമ്മുടെ കുക്കറിൻ്റെ അനുസരിച്ചാണ്, ബീഫിൻ്റെ വേവ് അനുസരിച്ചും. അപ്പോൾ നല്ലതുപോലെ ദാണ്ട് ഇത് വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോകണ്ട, ഇതിപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതിനകത്തെ വെള്ളം ഒന്ന് വാലാൻ വെക്കണം. അപ്പോൾ ദാണ്ട് ഞാൻ ഇതുപോലൊരു കിഴുത്തപ്പാത്രത്തിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളം നമുക്ക് എടുക്കണം കേട്ടോ. അപ്പം അതൊന്ന് ചൂടാറട്ടെ. ചൂടാറിയ ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുന്ന 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അതിനുശേഷം ഇട്ട് കൊടുക്കുന്ന 2 സ്പൂൺ കോൺഫ്ലോർ ആണ്. അതുപോലെ തന്നെ 2 സ്പൂൺ മൈദപ്പൊടി, അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരി കേട്ടോ. അപ്പോൾ നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1.5 സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം 1 സ്പൂൺ സോയാ സോസാണ്, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത ശേഷം ഒരു 1/2 സ്പൂൺ കശ്മീരി മുളക് പൊടി കേട്ടോ. കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ബീഫ് വെന്ത വെള്ളം ശകലം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഒരുപാട് ഒഴിക്കണ്ട, ചെറുതായിട്ടൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്യാൻ കണക്കിന് മാത്രം ചേർത്താൽ മതിയേ. ചൂടോടെ ഒഴിക്കരുത് കേട്ടോ, ചൂടില്ലാതെ തന്നെ നമ്മൾ ചേർത്തത് കുഴച്ചെടുക്കണേ. ഇത് നല്ലതുപോലെ കുഴച്ച ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്തൊരു 10-15 മിനിറ്റ് ഒന്ന് വെക്കണം. അതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വെള്ളം എല്ലാം മാറ്റിയ ശേഷം ഞാൻ ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉപ്പൊക്കെ ഇട്ടാൽ വേവിച്ച്, അതുകൊണ്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത്. നല്ലതുപോലെ മിക്സ് ചെയ്തു. അതിന് ശേഷം നമുക്കൊരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ആ വെള്ളം, വേവിച്ച വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ബീഫ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാമേ. നിരത്തി അങ്ങ് ഇട്ട് കൊടുക്കണം. ഒരുപാട് എല്ലാം കൂടെ ഒന്നിച്ച് വാരി ഇട്ട് കൊടുക്കല്ലേ. നിരത്തി ഇട്ട് കൊടുത്ത ശേഷം ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയേ. ഒരുപാട് കരിഞ്ഞു പോകുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കല്ലേ, ഇത് വെന്ത ബീഫാണ്. ഒരു 3-4 മിനിറ്റ് വേണം റെഡിയാവും കേട്ടോ. അപ്പം നമ്മളത് റെഡിയാക്കി എടുക്കാം. ഇത് നമുക്ക് ഇത്രയും മതിയേ. ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റാമേ. എടുത്ത് മാറ്റിയ ശേഷം ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാണ്ട് ഇത്രയും മതി കേട്ടോ. തിരിച്ച് മറിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാമേ. സൺഫ്ലവർ ഓയിൽ ആട്ടോ നല്ലത് ഇത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയേ. ബീഫ് ചില്ലിക്കൊക്കെ നല്ലത് അതാണ്. ബാക്കി ബീഫും കൂടെ ഞാൻ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടെ തണ്ട് ഞാൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. തണ്ട് ഇത്രയുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്, ഞാൻ ക്യാപ്സിക്കം 3 കളറിൽ ഓരോന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് വേണ്ട, നമുക്ക് അരിഞ്ഞ ശേഷം പകുതി എടുത്താൽ മതി കേട്ടോ. അപ്പം അത് ഞാൻ ദാണ്ട് കുരുവെല്ലാം കളഞ്ഞ ശേഷം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്ന സവാള, ഒരു 3 സവാള ഇതുപോലെ ഇതളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞ ശേഷം ഇതുപോലെ ഇതളാക്കിയെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എടുത്തേക്കുന്ന 2 സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ചോപ്പറിലിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 10-15 എണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ പച്ചമുളകാണ്, ഒരു 10-15 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു കടായിലേക്ക് നമ്മൾ വറുത്ത് അതിൻ്റെ ബാക്കി ഓയിലുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിലാണ് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പച്ചമുളകും സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. ഈ സവാള നമുക്കിനി നല്ലതുപോലെ അത് മൂപ്പിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാമേ. ബീഫ് ചില്ലി പല രീതിയിലും വെക്കാറുണ്ട്. ഈ രീതിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റാണ്, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു രീതിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സ്പ്രിംഗ് ഒണിയനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ.
അപ്പോൾ അതിൻ്റെ പച്ച ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയേ. ഇപ്പോൾ ഏകദേശം ഇത് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കിനി കെച്ചപ്പാണ്, ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കണം. ടൊമാറ്റോ കെച്ചപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാമേ. അതുപോലെ തന്നെ സോയാ സോസും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ ചേർക്കുന്നതും സോയാ സോസൊക്കെ ചേർക്കുന്നത് നോക്കിയിട്ട് വേണം കേട്ടോ. നമ്മൾ നേരത്തെ ബീഫിനകത്ത് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ചില്ലി സോസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അതിന് പകരം മുളക് പൊടിയാണ് ചേർത്തത്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആ ബീഫ് വെന്ത വെള്ളം ഉണ്ടല്ലോ അതിപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് ഞാൻ 2 സ്പൂൺ കോൺഫ്ലോർ ഇതുപോലെ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള, ഇത് നമുക്ക് കട്ട ഇല്ലാതെ ഒന്ന് കലക്കി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ഇപ്പം ഈ 3 കളറും വേണമെന്നില്ല, പച്ച മാത്രം ഉള്ളെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല, പകുതിയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളേ. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഉണ്ടല്ലോ അതും കൂടെ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യണേ. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ബീഫ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാമേ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂട്ടി നീട്ടിയെടുക്കാം. എല്ലാതും നമുക്ക് പെരണ്ടിരിക്കുന്ന ഒരു പരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാമേ. അപ്പം ഞാൻ ഇത്തിരി ലൂസായിട്ടാണ് എടുക്കുന്നത്. കോൺഫ്ലോർ കലക്കി ചേർക്കണം നിർബന്ധമില്ല, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതിയേ. അപ്പോൾ ഒരു കൊഴുപ്പ് കിട്ടും, അതിനു വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ആ ഒഴിച്ച വെള്ളം കറക്റ്റാണ്. ഇനി അല്ല നിങ്ങൾക്ക് ഇനി വെള്ളം ഇത്തിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാമേ. അപ്പോൾ മിക്സ് ചെയ്ത ശേഷം ഞാൻ ശകലം വെള്ളം കൂടെ ചേർത്ത് കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 സ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. പെരണ്ടിരിക്കുന്ന പരുവത്തിലാണ് വേണ്ടിയതെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറവായിരുന്നേ. ഉപ്പൊക്കെ നമ്മൾ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ കോൺഫ്ലോർ കലക്കിയത് ചേർത്ത് കൊടുക്കുവാണ്. ഇതും കൂടെ ചേർക്കുമ്പോൾ നല്ലതുപോലെ കുറുകി തിക്കായിട്ട് വരുവേ. ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ ആട്ടോ കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് ശകലം കുരുമുളക് പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുക. 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ശകലം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഞാൻ കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്പ്രിംഗ് ഓണിയനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ബാക്കി നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് ചില്ലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ലൂസാക്കിയാണ് എടുത്തേക്കുന്നത്. ഇത് നല്ലതുപോലെ കുറുകി വരും കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടും എടുക്കാം കേട്ടോ. എങ്ങനെ എടുത്താലും ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇതിലേക്ക് നമുക്ക് ശകലം പഞ്ചസാര ചേർക്കണം. പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോഴാണ് കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടുന്നത്. ഒരുപാട് കൂടി പോകരുത്. 1/2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ പഞ്ചസാര ടേസ്റ്റ് ഒന്നും അറിയത്തില്ല, അതും കൂടെ ചേർക്കുമ്പോഴാണ് കറക്റ്റ് ആ രുചി വരുന്നത്. പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ബീഫ് ചില്ലി ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.